ലോകത്തെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് കുംഭമേള. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കുംഭമേളയിൽ പങ്കുചേരാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകളെത്തുന്നു. കുംഭമേള ഒരു ഉത്സവം മാത്രമല്ല, വലിയൊരാഘോഷം കൂടിയാണ്. അതുകൊണ്ടാണ് ചിലർക്കത് തീർത്ഥാടനമാകുമ്പോൾ മറ്റു ചിലർക്കത് വിനോദസഞ്ചാരമാകുന്നത്. 45 ദിവസം നീണ്ട കുംഭമേളയിൽ പങ്കെടുക്കാൻ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകളാണ് പ്രയാഗ്രാജിൽ എത്തിയതും എത്തുന്നതും ഇനി എത്താനുള്ളതും. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മറുപുറമായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മഹാകുംഭമേള പകരുന്ന കരുത്ത് വളരെ വലുതാണ്. 2 മുതൽ 3 ലക്ഷം കോടിയുടെ വരുമാനമാണ് 6 ആഴ്ചകളിലധികം നീണ്ടുനിൽക്കുന്ന മഹാകുംഭമേള രാജ്യത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുനാമി എന്നാണ് കുംഭമേളയെ ഈ രംഗത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ മിന്നൽ വേഗത്തിലുള്ള വളർച്ചയും ഇതിലൂടെ സാധ്യമാകും. ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കോൺഫെഡറേഷൻ കണക്കുകൂട്ടുന്നതിനനുസരിച്ച് 25,000 കോടി രൂപയുടെ കച്ചവട വ്യവഹാരം കുംഭമേളയുടെ പരിസരത്തു നിന്ന് മാത്രം നടക്കുന്നുണ്ട്. വിവിധ പൂജാ സാമഗ്രികളുടെ വ്യാപാരം 5,000 കോടി പ്രതീക്ഷിക്കുന്നുണ്ട്. പാലുൽപ്പന്നങ്ങൾ 4,000 കോടിയും പൂജാപുഷ്പങ്ങൾ വിൽക്കുന്നതിലൂടെ 800 കോടിയുടെയും കച്ചവടം കോൺഫെഡറേഷൻ കണക്കുകൂട്ടുന്നു. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ കണക്കുകൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. 6,000 കോടിയുടെ ബിസിനസ്സാണ് കുംഭമേളയ്ക്ക് ആതിഥ്യമരുളുന്നതിലൂടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നടക്കുന്നത്. 2013 കുംഭമേളയിൽ നിന്നും 12,000 കോടി രൂപയുടെ വരുമാനമായിരുന്നു രാജ്യത്തിന് ലഭിച്ചത്. 2019 നടന്ന അർദ്ധകുംഭമേളയിൽ വരുമാനം 1.2 ലക്ഷം കോടിയായി ഉയർന്നു. ഇക്കുറി 2 ലക്ഷം മുതൽ 3 ലക്ഷം കോടി രൂപ വരെ വരുമാനമായിരിക്കും രാജ്യത്തിന് ലഭിക്കുക. 400 മുതൽ 450 മില്യൺ ആളുകൾ ഇവിടെ എത്തുമെന്നാണ് ഏകദേശ കണക്ക്. ഇവർ ഓരോരുത്തരും ഓരോ ദിവസവും 600 മുതൽ 750 രൂപ വരെ വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ ചിലവഴിക്കും. കുംഭമേളയോടനുബന്ധിച്ച് നിരവധി സ്പെഷ്യൽ ട്രെയിൻ, ബസ്, വിമാന സർവീസുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവഴിയും സർക്കാരിന് വന്നുചേരുന്നുണ്ട് കോടികളുടെ വരുമാനം. ഇക്കുറി 1,500 സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് ഉള്ളത്. ഇതുവഴി മാത്രം 20,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാകും. ബസ് സർവീസുകൾ വഴി മാത്രം 12,000 കോടിയുടെ നേട്ടം ഉണ്ടാകും. ലോക്കൽ ടാക്സി റിക്ഷ സർവീസിൽ നിന്നും 4,000 കോടി രൂപയാണ് ലഭിക്കുക. മാർക്കറ്റിംഗിനായുള്ള വലിയൊരു വേദി കൂടിയാണ് കുംഭമേള. 2019 അർദ്ധകുംഭമേളയിൽ പരസ്യത്തിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും 2,000 കോടി രൂപയുടെ നേട്ടമായിരുന്നു ഉണ്ടായത്. ഇത് ഇക്കുറി 3,000 കടക്കും. കേവലം 1.5 മാസം കൊണ്ട് ഇത്രയേറെ നേട്ടമുണ്ടാകുന്നതുകൊണ്ടാണ് സാമ്പത്തിക സുനാമി എന്ന് കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. കുംഭമേളയോടനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി UP സർക്കാർ 5,500 കോടി രൂപയാണ് അനുവദിച്ചത്. ഇത് പൂർണ്ണമായും ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ നവീകരണം. 4,000 ഹെക്ടറിലാണ് താൽക്കാലിക ടൗൺഷിപ്പ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം വൈദ്യുതി, ജലവിതരണം, ശുചിത്വം, നിയമപരിപാലനം എന്നിവ ഉറപ്പാക്കിയിരിക്കുന്നു. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ അതിന്റെ 4 ഇരട്ടി കുടുംബങ്ങളിലേക്കാണ് മഹാകുംഭമേള ഐശ്വര്യം പകരുന്നത്. ചരിത്രത്തെയും വിശ്വാസത്തെയും സാമ്പത്തിക ഉന്നമനത്തെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഈ മഹാത്ഭുതം കാലാതിവർത്തിയായി നിലകൊള്ളുന്നതിന് കാരണവും മറ്റൊന്നല്ല.